മൈ ഫാമിങ്ങിൽ ഇന്ന് നമ്മൾ ചെറിയ കുറച്ച് അപ്ഡേഷൻസാണ് നോക്കാൻ പോകുന്നത്. അതിലാദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അക്വേറിയം സ്റ്റാൻഡിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ അക്വേറിയം സ്റ്റാൻഡ് നേരത്തെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മാസങ്ങളായി, പക്ഷേ എനിക്ക് തോന്നുന്നു 2 മാസത്തോളമായിട്ടുണ്ടാവുന്ന ഈ സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു സീറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തുടക്കത്തിൽ ഈ ടാങ്ക് ഈ ഒരു സ്റ്റാൻഡ് നിർമ്മിക്കുന്ന സമയത്ത് പറ്റിയൊരു അബദ്ധങ്ങളൊന്നായിരുന്നു ഈ സെൻറ്ററിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തത്. അന്ന് നമ്മൾ ആ ശ്രദ്ധ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വെൽഡർ വന്നിട്ട് ഇവിടെ സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ലോ കോസ്റ്റിലാണ് നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയിട്ട് ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അത് വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. പക്ഷേ അത്ര വലിയൊരു എക്സ്പെൻസ് നമുക്ക് ഇതിന് മാറ്റി വെക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ പണി കഴിഞ്ഞപ്പോൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ഷീറ്റാണിത്. ഈ ഷീറ്റ് സിമെൻറ്റ് ഷീറ്റാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇതിൻ്റെ കമ്പനി നെയിമൊക്കെ ഉണ്ട്, മാഞ്ഞു പോയിട്ടുണ്ട്. ഇത് 8x4 ഷീറ്റായിരുന്നു. പക്ഷേ നമുക്ക് കുറേ കട്ട് പീസുകളാണ് കിട്ടിയത്. അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതൊരു കഷ്ണം ചെറിയ പീസാക്കിയിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. 8x4 ഷീറ്റാണ്. ഇവിടെ എന്തോ ഒരു പേരുണ്ട്, അത് മാഞ്ഞു പോയിട്ടുണ്ട്. സിമെൻറ്റ് ബോർഡ് എന്നത് സിമെൻറ്റിൻ്റെ ബോർഡാണ്. നമ്മളിത് കട്ടിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റേ ടൈൽസൊക്കെ കട്ട് ചെയ്യില്ല, ആ കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കമ്പിയോ മറ്റോ ഒന്നുമില്ല, പക്ക സിമെൻറ്റ് തന്നെ തോന്നുന്നുണ്ട് ഇത്. പിന്നെ 8 mm തിക്നെസ് ഇതുണ്ട് കേട്ടോ. ഇവിടെ 8 mm തിക്നെസ് ഉള്ള ഷീറ്റാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് ഈ ഷീറ്റ് കൊണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് കണ്ടില്ലേ, ഇങ്ങനെ നമ്മളെ സുഹൃത്ത് അഫ്സൽ ഭായ് ഉണ്ടായിരുന്നു, പുള്ളിയാണ് നമുക്കിത് കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. പുള്ളി ടൈൽസിൻ്റെ വർക്കറാണ്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരാറുണ്ട്. ഇതിന് മുകളിൽ ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്ത് വരും, ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പഴയ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാക്സിമം എക്സ്പെൻസ് കുറക്കാനുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തു നിന്നൊക്കെ പഴയ ഗ്ലാസ്സുകളൊക്കെ കിട്ടിയതൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനാണെങ്കിൽ അക്വേറിയം ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ടിങ് ഒരു പക്ഷേ റിസ്ക് ആണ്, ഗ്ലാസ് കട്ടിങ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിന് പോകും നമ്മൾ സുഹൃത്ത് ഫൈസലുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഫൈസൽ ഭായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തെർമോക്കോൾ ഇടണോ വേണ്ടേ എന്നുള്ളതാണ് നമ്മൾ ആലോചന. കാരണം ഒന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അക്വേറിയം അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ആദ്യം തെർമോക്കോൾ വിരിച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ അക്വേറിയം സെറ്റ് ചെയ്യണം വേണ്ട എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ പരിപാടികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സിമെൻറ്റ് ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നേരത്തെ നമ്മളിതിൽ പ്ലൈവുഡ് ഇട്ടാലോ എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലൈവുഡ് ഇടുന്ന സമയത്ത് വെള്ളം എപ്പോഴും അക്വേറിയല്ല, അപ്പോൾ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഈ പ്ലൈവുഡ് കേടുവന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇത് എന്തിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണോന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇൻറ്റീരിയർ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണെന്ന് തോന്നുന്നുണ്ട്. ഇത് നിലത്ത് ഇടുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ കോണായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു സാഹചര്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി, കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് നിർമ്മാണത്തിന് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ, അതായത് ഈ സ്റ്റാൻഡ് നിർമ്മിക്കുന്ന സമയത്തുള്ളൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ ഊഹം ശരിയാണ്, ഏകദേശം ഒരു 3000 രൂപയുടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ലേബർ കോസ്റ്റ് അടക്കം ടോട്ടൽ 3000 രൂപയാണ് നമുക്ക് അന്ന് എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഷീറ്റ് വിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ചിലവ് വന്നിട്ടില്ല, കാരണം ഇത് നമ്മുടെ യൂസ്ഡ് സാധനമാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ മോട്ടർ വാങ്ങിയിരുന്നു, വാടകയ്ക്ക് എടുത്തിരുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് 70 രൂപ വാടക വന്ന്. അതുപോലെ തന്നെ കട്ടിംഗ് വീൽ ഉണ്ടായിരുന്നു, കട്ടിംഗ് വീലിന് 130 രൂപയും വന്ന്. അതാണ് ചിലവ് വന്നുള്ളത്. പിന്നെ നമ്മൾ മറന്നുപോയ ഒരു സംഭവം സ്പോട്ട് ചെയ്യാൻ വീണ്ടും വന്നപ്പോൾ വെൽഡർക്കും ഒരു 200 രൂപയോളം കൊടുത്ത് അങ്ങനെ വന്നുള്ള ചാർജ് വന്നില്ല. എങ്ങനെയായാലും ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3500 രൂപ റേഞ്ച് മാക്സിമം വന്നിട്ടുണ്ടാവുള്ളൂ. ഉള്ള സ്ഥലം എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു പഴയ ഫ്ലെക്സ് ഇവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലിച്ചു കെട്ടിയോട് കൂടിയിട്ട് ഇവിടെ നമുക്ക് 2 ടാങ്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു മഴ ശരിക്കും നേരിട്ട് കൊള്ളാത്ത ഒരു സ്ഥലം തന്നെ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്.
ഇനി ചെറിയ ചുളുക്കം കാണുന്നുണ്ട്. മുകളിൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വീഴുന്ന വെള്ളം വീണ്ടും ഇതിനി ലോഡാവുമോ പൊട്ടിപ്പോകുമോ എന്നുള്ള ചെറിയ പേടി മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ വിഷയമൊന്നുമില്ല എന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സ്ഥലം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. എല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ഷെൽഫ് അടിച്ചിട്ടുള്ള സിസ്റ്റം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കണ്ട, ഈ ഒരു സൈഡിൽ ഇവിടെ ഓൾറെഡി 4 ടാങ്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാവിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 ടാങ്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് ഒരു ഷീറ്റ്, പഴയ താർപോളിൻ്റെ ഷീറ്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 ടാങ്ക് നമുക്ക് ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം, ഈ ഒരു പൈപ്പ് നമ്മൾ ഈ ഒരു അരുവിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്ത് മഴവെള്ളം വീഴാത്ത രീതിയിൽ അതും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഫ്രിഡ്ജ് ബോക്സ്, ഈ 3 ചെറിയ ബോക്സ് 5 ബോക്സായി. ഇവിടെയും അതുപോലെ തന്നെ നമുക്കൊരു 4 ബോക്സ്, 2 ഇവിടെ ഉണ്ട്, നല്ലൊരു 2 ബോക്സും കൂടി കീപ്പ് ചെയ്യാൻ പറ്റും. 9 ബോക്സ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മഴവെള്ളം വീഴാത്ത രീതിയിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെന്ത് തല പുകഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉള്ള സ്ഥലത്ത് തന്നെ മാക്സിമം ടാങ്കുകൾ കൊള്ളിക്കാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എങ്ങനെയായാലും വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ മൈ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് 2 ടാങ്ക് വലിക്കാനുണ്ട്. ഈ ഒരു ടാങ്ക് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ ഫീമെയിലിനെ ഇവിടെ നിന്നാണ് പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടാങ്ക് ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ റെഡ് ലൈസ് ആണ് ഇതിലുള്ളത്. ഇനി അധികം കൂടുതലൊന്നുമില്ല, കുറച്ച് എണ്ണ റെഡ് ലൈസ് ഇതിലുള്ളൂ. തൊട്ടുപുറത്തെ ടാങ്കിൽ അപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ കാണുന്ന ടാങ്കിൽ റെഡ് ലൈസ് ഉണ്ട്. ഇതിൽ കാണുന്നത് കണ്ടില്ലേ, റെഡ് ലൈസ് ആണ് ഈ പോകുന്നത്. അപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ ആ ബാച്ചിനെ നമുക്ക് കുറച്ചെണ്ണം ഉള്ളൂ, അതിന് ഇപ്പോൾ സെയിലായി പോയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 2 ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് മാറ്റിയിടാം. അങ്ങനെ നമ്മൾ ഈ കാണുന്ന സ്പേസിലേക്ക് 2 ഫ്രിഡ്ജ് ബോക്സ് കൊടുന്നു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ട്, വലിച്ച് കെട്ടിയിട്ടുണ്ട്, മഴവെള്ളം വീഴാതിരിക്കാനും വേണ്ടിയിട്ട്. എത്രത്തോളം ഇത് സക്സസ് ആണെന്നുള്ള അറിയില്ല. വരും ദിവസങ്ങളിൽ നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോൾ അറിയാം ഈ കെട്ടിനൊക്കെ ഉറപ്പുണ്ടാവില്ല എന്നുള്ളതൊക്കെ അപ്പോൾ അറിയാം. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് പിന്നെ വേറെ ഒന്നും വീഴാനും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അവിടെ ഈ കൊടംപുള്ളി മാത്രമാണുള്ളത് ഈ മരത്തും, അത് മാത്രമേ വീഴാനുള്ള ചാൻസ് ഉള്ളൂ. അതിൽ വിഷയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിത് ഈ സ്പേസിൽ 2 ടാങ്ക് കൂടി പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഈ 2 ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റും നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും വെറൈറ്റി ഗപ്പിനെ ഒന്നെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള വെറൈറ്റി ഏതെങ്കിലും ഗപ്പികളെ ഇതിലേക്ക് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ കുറച്ച് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് പുതിയ വെറൈറ്റി. അങ്ങനെയാണെങ്കിൽ അതിലേതെങ്കിലും 2 വെറൈറ്റിനെ ഈ ടാങ്കിലേക്ക് വെക്കാവുന്നതാണ്. തൊട്ടുപുറത്ത് യെല്ലോ ഷ്രിമ്പും ഇലക്ട്രിക് ബ്ലൂ ആണ്. അതിലെ 2 ടാങ്കും നമുക്ക് ഒഴിവാക്കാനുള്ളത് തന്നെയാണ്. ഒന്ന് നമുക്ക് ഇലക്ട്രിക് ബ്ലൂ ബൾക്ക് ചെയ്യാൻ വേണ്ടി വലിയ ടാങ്കിലേക്ക് മാറ്റണം എന്നുണ്ട്. കാരണം ഇലക്ട്രിക് ബ്ലൂ ഓൾറെഡി ഇപ്പോൾ 2-3 ടാങ്കുകളിലായിട്ട് ഇലക്ട്രിക് ബ്ലൂ എടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ ഷ്രിമ്പാണ്. യെല്ലോ ഷ്രിമ്പും നമുക്ക് ബൾക്ക് ചെയ്യാൻ വേറെ ടാങ്കുകളിലേക്ക് മാറ്റുന്നുണ്ട്. സിമെൻറ്റ് ടാങ്കിലേക്ക് മാറ്റണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമെൻറ്റ് ടാങ്ക് റെഡി ആവുകയാണെങ്കിൽ ഈ ടാങ്കും ഇവിടെ കാലിയാവും. അങ്ങനെ നമ്മൾ എല്ലാം ഇതുവരെ അൽഹംദുലില്ലാ ഓക്കെയാണ്. ഇനിയൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ മൈ ഫാമിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ഫ്രിഡ്ജ് ബോക്സും കൂടി ഇടാനുണ്ട്. ഇവിടെ ഷീറ്റ് കെട്ടാനുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അക്വേറിയം സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിവേ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.